എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലോട്ട് വീണ്ടും ഒരു വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്യുന്ന ഇന്നാണെങ്കിലും ഇത് നടന്നത് ഒരു 7-8 മാസം മുന്നേ ആട്ടോ. ഞാൻ നാട്ടിൽ വന്ന ടൈമിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം സ്റ്റേ ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി വാഗമണിലെ റിസോർട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റോഡൊക്കെ നല്ല നാശമായിട്ട് കിടക്കുമായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ജൂൺ ജൂലൈ മാസത്തിൽ പിന്നെ മഴ ആയിരിക്കുമല്ലോ. മഴയൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വാഗമണ്ണും എലപ്പാറയൊക്കെ എപ്പോൾ പോയാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എപ്പോഴും നമ്മുടെ റിസോർട്ടാണ് കേട്ടോ. അന്നിവിടെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റ് ആയിരുന്നു റിസോർട്ടിലോട്ട്. എനിക്ക് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി. കാരണം നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷനായിരുന്നു. അമ്മതേ അച്ഛൻ റിസോർട്ട് കാണാൻ പോയ ടൈമിൽ എൻ്റെ മടിയിൽ കിടന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ജേണി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഓർക്കിഡ് വാലിയിലോട്ട് വിട്ടു. ഓർക്കിഡ് വാലിയും ആ ടൈമിൽ നമ്മുടെ റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ. അച്ഛയും അച്ഛയുടെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ എലൈറ്റ് ഹവൻ്റെ പണി കുറച്ചും കൂടെയൊക്കെ ആയപ്പം അച്ഛൻ പിന്നെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓർക്കിഡ് വാലിയുടെ ലൊക്കേഷനും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ലേക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തന്നെ മഴയൊക്കെ പെയ്ത് നല്ലപോലെ മഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഒത്തിരി മഴ പെയ്തിട്ടാണെന്നു മഞ്ഞൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഈ മഴയുടെ ചെറിയ ശല്യം അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. നല്ല അടിപൊളിയായിരുന്നു. ഈ മഴയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ചെറുതായിട്ടൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരമൊക്കെ പതിയെ ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ചു നേരം വെളിയിലൊക്കെ പോയി നിന്നു. അത് കഴിഞ്ഞ് TV കാണാമെന്നും പറഞ്ഞ് അകത്ത് വന്നപ്പോൾ നെറ്റ് ഭയങ്കര ശോകം. പിന്നെ കഷ്ടപ്പെട്ട റേഞ്ചൊക്കെ പിടിച്ച് നെറ്റൊക്കെ ഒപ്പിച്ച് അമ്മയുടെ ആൽബം ഇരുന്ന് കണ്ടു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി മെയിൻ പരിപാടി കയറി ഫുഡ് അടി. അപ്പോഴത്തേക്കെന്തോ അവന്മാരെല്ലാം കൂടി ഗ്യാങ് ആയിട്ട് ഇങ്ങനെ എത്തിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ആ രാത്രി മൊത്തം പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് തീർന്നു. പിന്നെ ഈ രാവിലത്തെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. പിന്നെ ഇവന്മാരെല്ലാം കൂടി ഓഫ് റോഡ് പോകണമെന്ന് പറഞ്ഞപ്പം ഞാനും പോയി ചാടിക്കയറി കൂടെ. ഓഫ് റോഡെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് റിസോർട്ടിൻ്റെ ഈ പൊട്ടിപ്പൊളിഞ്ഞ വഴിക്കൂടെ കൊണ്ടുപോയിട്ട് മഴയാണെന്നും പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഇവന്മാർ തിരിച്ചു കൊണ്ടുപോയിട്ടു. ദുഃഖവെള്ളിയാഴ്ച കുരിശ് മലക്ക് കയറിയല്ല, അല്ലാതെ തന്നെ ഇപ്പം മഞ്ഞായിരിക്കും. അതിവിടെ തെറിച്ച് അത് തിരിച്ചെടുക്ക് അത് ഇല്ല, ഞാൻ പറഞ്ഞു തരും. അമ്മ ഇവിടെ നടക്കാം. സ്ലോ മോഷനിൽ ഒരു വീഡിയോ എടുക്കണം. ഹായ് പറയൂ. ഹായ്.
അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വാഗമണ്ണ് പോകുന്നവരുടെയും വരുന്നവരുടെയും എല്ലാവരെയും മെയിൻ സ്റ്റോപ്പായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിർത്തി അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ച് പിന്നെ കുറച്ച് വാഗമൺ കേക്കും മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ഒരു ഷാപ്പിൽ കയറി ഫുഡും കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത്. അങ്ങനെതാ ഈ എടുത്തു വെച്ചിരുന്ന വ്ളോഗ് 8 മാസത്തിന് ശേഷം ഞാനിതാ പോസ്റ്റ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓൺ മൈ ചാനൽ ലോൾ വിത്ത് കൃഷ്ണ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ.